ഹായ് ഓൾ, സൈലം ലേണിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ക്വറീസ് ആപ്പിലൂടെ തന്നെ റിസോൾവ് ചെയ്യാനുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ശരിക്കും ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആപ്പിൻ്റെ ഫ്രണ്ട് ഫേസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ നിങ്ങളുടെ ബാച്ചും നിങ്ങളുടെ സെഷൻസ് എല്ലാം കാണാൻ സാധിക്കും. ഈ ആപ്പിന് തന്നെ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് അവിടെ 3 ഡോട്ട്സ് കാണാം, 3 ലൈനുകൾ കാണാം. ആ ലൈനുകൾ പ്രസ് ചെയ്താൽ നിങ്ങളുടെ ഒരു സെക്ഷൻ വരും. ആ സെക്ഷനിലാണ് ശരിക്കും നിങ്ങളുടെ ക്വറീസ്, നിങ്ങളുടെ സംശയങ്ങൾ റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. സോ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ബാച്ച് പ്രോപ്പർ ആണെന്ന് അറിയാൻ വേണ്ടി ബാച്ച് ചൂസ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും ടോപ്പ് കോർണറിൽ കാണുന്ന ടോപ്പ് പോർഷനിൽ കാണുന്ന നിങ്ങളുടെ ബാച്ചിൽ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ബാച്ച് ചൂസിന് ശേഷം ആ 3 ലൈൻസ് വരുന്ന ടോപ്പ് ലെഫ്റ്റ് കോർണർ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കോൺടാക്ടസ് എന്നൊരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. ആ കോൺടാക്ടസ് ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സപ്പോർട്ട് ടീമിന് നിങ്ങൾ ഏത് രീതിയിലുള്ള ഡൗട്ടാണോ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ നിങ്ങൾക്കിപ്പോൾ അവിടെ പല സെക്ഷൻസിൽ നിങ്ങൾക്കിപ്പം പേയ്മെൻറ്റിൻ്റെ പ്രശ്നമാണോ, റെക്കോർഡ് ക്ലാസ് കാണുന്നതിൻ്റെ ബുദ്ധിമുട്ടാണോ, അങ്ങനെ പല പ്രശ്നങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വറി ഡൗൺ ആരോ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് അതിലേക്ക് ആക്സസ് ചെയ്യുക എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവിടെ നിന്ന് കിട്ടും. സോ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാസ് യൂസ്ഫുൾ എന്ന ഐക്കൺ കൊടുത്തത് ക്ലിക്ക് ചെയ്താക്കാം. ഇനിയും പലതരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കിപ്പം ചാറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എങ്ങനെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതേപോലെ DPPയും സൊല്യൂഷൻസും എവിടെ നിന്ന് കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു കോൺടാക്ട് സെൻറ്ററിലൂടെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി അഥവാ അങ്ങനെയല്ല നിങ്ങളുടെ സൊല്യൂഷൻ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ചാറ്റ് റിപ്ലൈ ആണ് വേണ്ടതെങ്കിൽ സ്റ്റിൽ നീഡ് ഹെൽപ്പ് ഹാവ് ക്വറീസ് അവിടെ കോൺടാക്ടസ് എന്ന് പറഞ്ഞ ഐക്കൺ പ്രസ് ചെയ്യുക. അവിടെ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സൈലത്തിൻ്റെ ടീം നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പം അവിടെ നിങ്ങളുടെ ക്വറി ഏതാണ്, നിങ്ങൾക്ക് ഏത് ഇഷ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സോൾവ് ചെയ്യേണ്ടത് അവിടെ പ്രസ് ചെയ്യുക. സോ അതിനവിടെ ബാച്ച് റിലേറ്റഡ് ചൂസ് ചെയ്യുന്നു. ഈ ബാച്ച് റിലേറ്റഡ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ബാച്ചുമായി ബന്ധപ്പെട്ട എന്താണ് പ്രശ്നം എന്ന് അവിടെ കാറ്റഗറൈസ് ചെയ്ത് കാണിക്കും. അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്യൂ ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഐ പെയ്ഡ് ദ എമൗണ്ട് ബട്ട് അൺഎബിൾ ടു വ്യൂ ദ ബാച്ച് എന്നൊരു ഇത് ക്ലിക്ക് ചെയ്താൽ അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യു ക്യാൻ ക്ലിക്ക് താങ്ക് യു. അപ്പം അതിനുള്ള സ്റ്റെപ്പുകളെല്ലാം അവിടെ കാര്യമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ ഇഫ് യു ആർ നോട്ട് ഓക്കെ, അതായത് നിങ്ങൾക്ക് അത് വെച്ചല്ല, നിങ്ങൾക്ക് അതിന് എന്താണ് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ പറയണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ റേസ് ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റേസ് ടിക്കറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേരും അതേപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഫില്ല് ചെയ്യണം. അവിടെ നിങ്ങളുടെ കാറ്റഗറി, എക്സാം കാറ്റഗറി, നിങ്ങൾ ഏത് ബാച്ചിലുള്ള ആളാണെന്ന് ചോദിക്കും, നിങ്ങളുടെ പേയ്മെൻറ്റ് മോഡ് എങ്ങനെയായിരുന്നു, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ്റെ സ്ക്രീൻഷോട്ട്, ഇത്രയും കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്യൂ എന്താണോ ആ ഇഷ്യൂ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഇഷ്യൂ അവിടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ ഒരു കൃത്യമായ ഒരു ടിക്കറ്റ് റേസ് ചെയ്യാൻ സാധിക്കും. ആ ടിക്കറ്റ് റേസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇഷ്യൂ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അവിടെ കൺവേ ചെയ്യാനും പറ്റും. സബ്മിറ്റ് കൊടുത്താൽ അതിനുശേഷം നമ്മുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു മെയിൽ അതിലേക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലിലേക്ക് ആ ഒരു ഇത് വരുന്നതുമായിരിക്കും. സോ ഇതുകൊണ്ടുള്ള ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വറി പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെയായിരിക്കും. സോ ആ ഒരു സ്റ്റെപ്പും നിങ്ങൾക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇഷ്യൂ ട്രാക്ക് ചെയ്യാനുള്ള ഒരു മെസ്സേജ് വരും. സോ നിങ്ങളുടെ ഇഷ്യൂ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂ എന്താണോ നിങ്ങൾക്ക് അവിടെ ട്രാക്ക് ചെയ്യാം. സോ ട്രാക്ക് ഇഷ്യൂ പ്ലസ് ചെയ്യുന്നത് നിങ്ങളുടെ മൈ ഇഷ്യൂസ് എന്ന സപ്പോർട്ടിൽ തന്നെ ഒരു ഐക്കൺ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ റേസ് ചെയ്ത ഇഷ്യൂ കാണാൻ സാധിക്കും. ആ ഇഷ്യൂവിൻ്റെ ഹിസ്റ്ററി, ഇഷ്യൂ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു, അതേപോലെ തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇവിടുന്ന് വന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ കാണാം. നിങ്ങൾ അറ്റാച്ച് ചെയ്ത വിവരങ്ങളും നിങ്ങളുടെ കാറ്റഗറിയും എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഡിവൈസ് ഇൻഫോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ അത് ഉപയോഗിക്കുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ കോൺടാക്ട്സ് എന്ന ഐക്കൺ തന്നെ യൂസ് ചെയ്ത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.